ലിയാൻഡ്രോ പീറ്റേഴ്സന്റെ ഈ വാക്കുകൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഈ വാട്സ്ആപ്പ് ചാറ്റ് എന്ന രീതിയിൽ വെറുതെ പ്രചരിക്കുന്നതാണോ? അതിന് എന്താണ് സത്യാവസ്ഥ ശ്രീ രാജേഷ് കുമാർ? അങ്ങനെ ഒരു ആ വാക്കുകൾ വിശ്വസിക്കുന്നില്ല എന്ന് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഈ ലിയാൻഡ്രോ ഇന്നിപ്പം മന്ത്രിയുടെ പ്രസ് മീറ്റ് അല്ലെ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് ഞാൻ ശ്രദ്ധിക്കുക. ലിയാൻഡ്രോ എന്ന് പറയുന്ന ആള് ഈ അതായത് ഒരു വാട്സ്ആപ്പ് ചാറ്റ് വന്ന ആ വാട്സ്ആപ്പ് ചാറ്റിലെ പ്രൊഫൈൽ പിക്ചറും പുള്ളിയുടെ അതായത് മന്ത്രിയുടെ കയ്യിലുള്ള ലിയാൻഡ്രോയുടെ നമ്പറിലെ പ്രൊഫൈൽ പിക്ചറും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്റെ കയ്യിലുള്ള ലിയാൻഡ്രോ ഇതല്ല, മറ്റ് വേറെ ലിയാൻഡ്രോ ആണ്. ഞാൻ ചോദിക്കുന്നത് അതിനേക്കാളും അങ്ങനെയാണ് ഒരു വാട്സ്ആപ്പ് ചാറ്റ് ഇരിക്കുക, അതറിയാൻ പറ്റുമല്ലോ. ഫോട്ടോയും പേഴ്സണലൊക്കെ അങ്ങനെയാണ് വാട്സ്ആപ്പ് ചാറ്റ് ഇരിക്കുക. നിങ്ങളുടെ ഒരു വാട്സ്ആപ്പ് ചാറ്റ് എടുത്തിട്ട് ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ആ വാട്സ്ആപ്പ് ചാറ്റിന്റെ ശൈലി ഒന്ന് നോക്കിക്കേ. അങ്ങനെ ഇവർക്ക് ഇപ്പൊ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഉള്ളത്. അത് നോക്കാൻ പറ്റുമല്ലോ, അധികം വേണ്ട. നമുക്കിപ്പോൾ വന്നേക്കുന്ന ഇത് അർജന്റീന ഫുട്ബോൾ അല്ലെ, ഇതിനകത്ത് മിനിസ്റ്റർക്ക് വന്നൊരു പ്രശ്നം. മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞേക്കുന്നത് തന്നെ രണ്ട് കാര്യം. മിനിസ്റ്റർ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ മാഡ്രിഡിലേക്ക് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മാഡ്രിഡിലേക്ക് പോയത്, മറ്റ് ഫുട്ബോൾ ആവശ്യങ്ങൾക്ക്, ഫുട്ബോളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചോളൂ, അതൊന്നും ഞാൻ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെസ്സിനെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിട്ട് എന്തൊരു കഷ്ടപ്പാടാണ് നോക്കിക്കേ. അങ്ങനെയൊന്നും ഇല്ല ശ്രീ ആൻഡോ അഗസ്റ്റിൻ. മെസ്സി വരുന്നത് നമുക്ക് നല്ലതല്ലേ, മെസ്സി ഒന്ന് കാണുമെങ്കിലും ചെയ്യാം. കേരളീയൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമി എന്ന രീതിയിൽ മെസ്സി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലത്ത് മെസ്സി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനമായിട്ട് കാണുന്ന ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചിന്തിക്കരുത്, മെസ്സി വരുന്നത് ഒരു അഭിമാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കും. കഴിഞ്ഞ ദിവസം ആൻഡോ നമ്മൾ തമ്മിൽ ഡിസ്കഷനിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങ് അടുത്ത ദിവസം അത് ഇന്നലെ UAE പോവുകയാണെന്നുള്ള വിവരം ഇങ്ങനെ പറഞ്ഞിരുന്നത്. ഞാൻ പുറത്തു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ പകരം എന്റെ ആൾക്കാരവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ തീരുമാനം ഉടനെ തന്നെ വരും. അപ്പൊ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു മിനിറ്റ് കാര്യം മനസ്സിലാക്കിക്കോ. മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം എഫേർട്ട് എടുക്കും. ഇനി വരുന്നില്ല എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയും. എന്തിനാ ഈ വ്യാജ വാർത്ത മുഴുവൻ പടച്ചു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ്? ഇതിന് നമ്മൾ രാജ്യങ്ങളൊന്നുമില്ല, അങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, നമ്മൾ മിനിസ്റ്ററുമായി നമ്മുടെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട വ്യാജങ്ങളാണ്. സ്പോൺസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ആൻഡോ, ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സംസാരിക്കില്ല. അങ്ങയുടെ വഴിയിൽ അത് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഞാനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായിട്ട് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വയലേഷൻ ഉണ്ടെന്ന് എന്നെ ഇതുവരെ അവരെ അറിയിച്ചിട്ടില്ല, ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല വയലേഷൻ ഉണ്ട് എന്നുള്ള കാര്യം. ആകെ ഉണ്ടാവുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് 2025 കളി നടക്കണോ 2026 സെപ്റ്റംബറിൽ അവർ പറയുന്ന പോലെ കളി നടത്തണോ എന്നുള്ള കാര്യം മാത്രമാണ് ഡിസ്കഷൻ. അതിന്റെ അകത്ത് ഞാനും അവരും കൂടി ഇപ്പൊ ധാരണയാവണം 2026 കളി തീരുമാനമാകുമെന്ന് പറഞ്ഞാൽ അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഒറ്റ മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പം 2026 ഇപ്പം അതോടുകൂടിയിട്ട് ഈ പറയുന്ന എല്ലാ വിവാദങ്ങളും അവസാനിക്കും. 2026 സെപ്റ്റംബറിൽ മെസ്സി വരുമെന്ന് അവർ ഔദ്യോഗികമായി പറയുന്നതോടുകൂടിയിട്ട് ആ വിവാദങ്ങൾ അവസാനിക്കും. ഞാനിപ്പോൾ ശ്രമിക്കുന്നത് എന്താന്ന് പറയാം, 2025 എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ആ 2025 കൊണ്ടുവരണമെങ്കിൽ അവർക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവരെവിടെയും കളി കൊടുത്തതായിട്ട് അവർ ഔദ്യോഗികമായി നമ്മളോട് പോലും പറയുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നോട് ഔദ്യോഗികമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ വേറെ എവിടെയും കളിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? 2025 ഒക്ടോബർ നവംബർ കേരളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരുടെ കുറെ ആവശ്യങ്ങളുണ്ട്. അത് മുഴുവൻ അംഗീകരിച്ചു കൊടുക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുന്നേ ഉള്ളൂ, ഞാൻ ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ഇത്രയും അവർ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഫയൽ ചെയ്ത് പൈസ വാങ്ങിയതിന് ശേഷം പിന്നീട് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കണോ, അതിനേക്കാളും കൂടുതൽ പണം മുടക്കണോ, അതിനേക്കാളും കൂടുതൽ കൈകാര്യം ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ തീരുമാനം എടുക്കേണ്ടി വന്നാൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന കാര്യമുള്ളൂ. ഇല്ലാതൊന്ന് വെറുതെ പറഞ്ഞിട്ട് പറയുന്നവർ മോശക്കാരാവാൻ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ കാര്യമായിട്ട് പറയാണ്. അത് നമ്മൾ ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം, അതായത് ഇപ്പൊ നമ്മുടെ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 2025 ഒക്ടോബറിൽ ഇവിടെ അർജന്റീൻ ടീം വരുന്നതായി ബന്ധപ്പെട്ടാണ് കരാർ ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ. ഞാൻ ചോദിക്കുന്നത് സെപ്റ്റംബറിൽ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു, മെയിൽ മുഖാന്തരം ആയിരിക്കുമല്ലോ അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് അടുത്ത വർഷം സെപ്റ്റംബറിൽ വന്നുകൊള്ളട്ടെ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചൊന്ന് മെയിൽ മുഖാന്തരം ആയിരിക്കില്ല ചർച്ച. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അത് കരാറിന്റെ ഒരു ഭാഗമല്ലല്ലോ. സെപ്റ്റംബറിൽ വരട്ടെ എന്നുള്ള ആ മെയിൽ അല്ലെങ്കിൽ സുഖമായിട്ട് പുറത്തുവിടാമല്ലോ. പുതിയ കരാറാണ്.
അതെ, അല്ല അതങ്ങേക്ക് പുറത്തുവിടാലോ. അത് കരാറിന്റെ ഭാഗമല്ലാത്തതുകൊണ്ട് സെപ്റ്റംബറിൽ അവർ വരും എന്നുള്ള ഒരു കാര്യം അങ്ങേക്ക് ആ മെയിൽ ഒന്ന് പുറത്തുവിടാനായിട്ട് അങ്ങേക്ക് പറ്റുമോ? 2025 കരാറിൽ നമ്മൾ അയച്ച പൈസ ഒരു പുതിയ കരാർ അയച്ചിട്ട് ആ കരാറിലേക്ക് വരവ് വെച്ച് നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ തയ്യാറാണോ എന്നാ ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് ഒരു കരാറിൽ ഒരു എന്തിനാണോ നമ്മളിപ്പോ ഒരു സാധനം വാങ്ങാൻ ഇന്ത്യക്ക് പുറത്തേക്ക് പൈസ ആ സാധനം മേടിക്കാൻ പറ്റുള്ളൂ, അത് വെച്ച് വേറെ സാധനം മേടിക്കാൻ പറ്റില്ല. അല്ല ശ്രീ ആന്റോ അഗസ്റ്റിൻ, അതിൽ രാജേഷ് കുമാർ ചോദിക്കുന്നത് ആ കരാർ ഒന്ന് ആ മെയിലൊന്ന് പുറത്തുവിടാൻ പറ്റുമോ എന്നാണ്. രാജേഷ് അതെന്തിനാണ് ആ മെയിൽ കണ്ടിട്ട് എന്തിനാണ്? 2026 നമുക്ക് ഇത് പറഞ്ഞു, ഇതൊരു പബ്ലിക്, ഞാൻ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. 2025 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. എഗ്രിമെന്റ് പുറത്തുവിടണമെന്നേ പറയുന്നില്ല. അതിൽ പറഞ്ഞ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അതിനകത്ത് ഡിസ്ക്ലോഷർ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതൊക്കെ അംഗീകരിക്കുന്നു. കരാറിലെ ലീഗൽ പ്രോബ്ലം ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടുന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളോട് അല്ലെങ്കിൽ സ്പോൺസറോട് നടത്തിയിട്ടുണ്ട്. 2026 സെപ്റ്റംബർ നിങ്ങൾക്ക് എന്താണ് മത്സരം നടത്താൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള രീതിയിൽ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ അറിയിപ്പ് അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പുറത്തുവിടുന്നില്ല, യാതൊരു നിയമപരമായ തടസ്സമില്ലല്ലോ. അറിയിപ്പ് എന്റെ കയ്യിലുണ്ട്. അതിനേക്കാളൊക്കെ വലിയ സാധനങ്ങൾ എന്റെ അടുത്തുണ്ട്. ഞാൻ ഇവരുമായിട്ട് നിങ്ങൾ പോയി ചെറിയ വാട്സ്ആപ്പ് ചാറ്റല്ലേ പുറത്തുവിട്ടുള്ളൂ. എന്റെ 500 വാട്സ്ആപ്പ് ചാറ്റ് ഉണ്ട്. എനിക്കത് വേണമെങ്കിൽ പുറത്തുവിടാം. ഏതൊക്കെ മാസം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് മെസ്സി എങ്ങനെ വരും, മെസ്സി ആര് കളിക്കും, ഏത് സമയത്ത് കളിക്കും, എങ്ങനെ കളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. എഗ്രിമെന്റ് പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പം മെസ്സി അടക്കം 4 പേര് വേൾഡ് കപ്പ് കളിച്ച ടീമിൽ 4-5 പേര് വരുമെന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ല, ഞാൻ അതല്ല പറഞ്ഞു. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത്? ഈ പ്ലേയേഴ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയിൽ വരുന്ന സാധനങ്ങളാണ് അതൊക്കെ. നിങ്ങളുടെ അറിവ് കുറവ് കൊണ്ടോ അല്ല അത്ര അറിവ് കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് സത്യം. അല്ല, മെസ്സിയെ വെച്ച് മെസ്സി അടക്കം ഇന്ന ടീം വരുമെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഒരു എഗ്രിമെന്റ് വെക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പറ്റും, അതാണല്ലോ എഗ്രിമെന്റ് വെച്ചത്. അതല്ലാതെ നിങ്ങൾ പറയുന്ന അവർ തന്നെ അത് അഗ്രി ചെയ്തിട്ടുണ്ടല്ലോ, അവർ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെന്ന്. ഏത് അർജന്റീൻ ടീം വരുമെന്നുള്ള സ്വാഭാവികമായിട്ടും പറയാൻ പറ്റും. അതിനകത്ത് മെസ്സിയാണ് ഇൻക്ലൂഡിങ്. ഇനി ഞാൻ അതിന് വേണ്ട കോൺട്രാക്ടിന്റെ ഒരു പോർഷൻ വായിക്കാം. ഒരു സെക്കൻഡ്, ഒരു വാഷൻ അതിനകത്ത് എത്ര മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഒരു പോർഷൻ ഇങ്ങനെയാണ്: ഗ്യാരണ്ടി ദാറ്റ് ലയണൽ മെസ്സി വിൽ പ്ലേ അറ്റ്ലീസ്റ്റ് 45 minutes in the match unless the physical injury occurs on the field. ഫീൽഡിൽ നിന്ന് എന്തെങ്കിലും ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ത് ഗ്യാരണ്ടി ദാറ്റ് ലയണൽ മെസ്സി വിൽ പ്ലേ അറ്റ്ലീസ്റ്റ് 45 minutes in the match എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു ക്ലോസ് ആണത്. ഓക്കെ, പറയാനുണ്ടോ നിങ്ങൾക്ക്? അല്ല, അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. സാധാരണഗതിയിൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അവര് അർജന്റീന ഫുട്ബോൾ സാധാരണ ഏതൊരു രാജ്യത്തെയും ഫുട്ബോൾ ടീം കരാർ ഇതുപോലെ വെക്കുമ്പോൾ, കരാറിൽ ഏർപ്പെടുമ്പോൾ പ്ലേയേഴ്സിന്റെ പ്രൊട്ടക്ഷനെ മാക്സിമം മാനിച്ചുകൊണ്ട് മാത്രമേ കരാറിൽ ഇഞ്ചുറിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇഞ്ചുറി ഉണ്ടായില്ലെങ്കിൽ 45 മിനിറ്റ് കളിക്കുമെന്നൊക്കെ. അതെ, ഇഞ്ചുറി ഉണ്ടായില്ലെങ്കിൽ അതാണ് അതിന്റെ ക്ലോസ്. ഇഞ്ചുറി ഉണ്ടായില്ല എങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെസ്സി അടക്കം എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ അങ്ങനെ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ മെസ്സിക്ക് ഇങ്ങോട്ട് മെസ്സിയുടെ കാര്യമാണ് പറയുന്നത്. 45 മിനിറ്റ്സ് മെസ്സിയുടെ കാര്യമാണ്. അതെ, ഇന്തോനേഷ്യയിൽ മെസ്സി കളിച്ചിട്ടില്ല. അതായത് ഇന്തോനേഷ്യയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മെസ്സിക്ക് അങ്ങനെ, അതായത് അങ്ങനെ ഒരു തീരുമാനത്തിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നേ. എന്റെ മുന്നിൽ അന്നേരം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇത്ര പൈസ കൊടുക്കേണ്ട കാര്യമില്ല. മെസ്സി ഇല്ലാതെ അവരെ അർജന്റീനയുടെ ഫുട്ബോൾ ടീം കളിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവരെ സെക്കൻഡ് ടീമും തേർഡ് ടീം ഒക്കെ ഉണ്ട്. അവരൊക്കെ കളിക്കാൻ വേണ്ടി ഓപ്ഷൻസ് ഉണ്ട്. അല്ല, എന്റെ ന്യായം നമുക്കത് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ? മെസ്സി കളിച്ചേ പറ്റുമോ എന്നുള്ള ഡിമാൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ട്. ഹലോ, അതിനകത്താണ് ഒരു പ്രോബ്ലം. മെസ്സിന്റെ അടുത്ത് നിന്ന് അവരതിന്റെ ഡോക്യുമെന്റ്സ് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അല്ല, എന്ത് ഡോക്യുമെന്റ്സ് ആണെങ്കിൽ പോലും ഞാൻ ആ ഒരു സമയത്ത് ഇപ്പൊ മെസ്സിക്ക് രാവിലെ പനി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ധാരണയില്ലാത്ത അതൊക്കെ മറ്റു കാര്യങ്ങളാണല്ലോ ശ്രീ രാജേഷ് കുമാർ. എനിക്കൊരു സംശയമുള്ളത് ലിയാൻഡ്രോ പീറ്റേഴ്സിന് ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അത് നേരത്തെ ശ്രീ ആന്റോ അഗസ്റ്റിൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്കിൽ ലിയാൻഡ്രോ പീറ്റേഴ്സിനുമായുള്ള ലേറ്റസ്റ്റ് കമ്മ്യൂണിക്കേഷന്റെ എന്തെങ്കിലും കാര്യം ശ്രീ ആന്റോയ്ക്ക് പറയാൻ കഴിയുമോ? പുറത്ത് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ആരാന്നറിയോ? പ്രസിഡന്റ് ഗ്ലാഡിയോ ഫാബിൻ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ഗ്ലാഡിയോ ഫാബിൻ ടാപ്പിയ എന്ന് പറഞ്ഞ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിയാണ്. അവർ ത്രൂ തന്നെയാണ് ഞാൻ അവരെ വെച്ചിരിക്കുന്നത്.
അവരുടെ ജനറൽ സെക്രട്ടറി സൈൻ ചെയ്തിട്ടുണ്ട്, പ്രസിഡന്റ് സൈൻ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കമ്പനി സൈൻ ചെയ്തിട്ടുണ്ട്, അത് ഒഫീഷ്യലി വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ ഇല്ല. അവർ എഗ്രിമെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഗ്രിമെന്റിൽ പറഞ്ഞ പണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല, അവരത് ഒബ്ജക്ഷൻ റൈസ് ചെയ്യുന്നുമില്ല. ആകെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ 2025 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരാം എന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ആ എഗ്രിമെന്റിന്റെ അകത്ത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ ഒരു വ്യത്യാസം ആ കാര്യത്തിനകത്തില്ല. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ കാര്യം നമുക്ക് പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ എന്താണ്? ഞാൻ വേറൊരു കാര്യം പറയാം. എന്താണെന്നറിയോ, നോക്കിക്കോ. The Qatar World Cup champion Argentina football team including ലയണൽ മെസ്സി എന്നാണ് നമ്മുടെ എഗ്രിമെന്റിലുള്ളത്. മനസ്സിലായോ? അത് പറഞ്ഞാൽ ഖത്തർ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ നാഷണൽ ഫുട്ബോൾ ടീമായ അർജന്റീന ടീമും അതിനകത്ത് ഇൻക്ലൂഡിങ് മെസ്സി എന്നും കൂടെ കൂടിയിട്ടാണ് ഈ പറഞ്ഞ എഗ്രിമെന്റിന്റെ ഒരു പോർഷൻ. അപ്പൊ ഞാനത് 2 പ്രാവശ്യം പറഞ്ഞു, മെസ്സി ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ അതിന് വേണ്ടി കളിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് എന്താ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് 2025 കളിക്കണം. അപ്പം അത് ഇന്ന് മിനിസ്റ്റർ കാര്യമായിട്ട് പറയുന്നുണ്ട്. 2025 ഡിസംബറിനുള്ളിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മതി. എന്റെ അഭിപ്രായം അത് തന്നെയാണ്. 2025 കളി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളൂ. കാരണം 2026 കൊണ്ടുള്ള വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ 2026 ലോകകപ്പിന് ശേഷമായിരിക്കണം. ലോകകപ്പിന് ശേഷമാണ് കൊണ്ടുവരാൻ ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ 2026 ലോകകപ്പിന് ശേഷം വരും. ഒരു ബുദ്ധിമുട്ടില്ല ആ കാര്യത്തിനകത്ത്. ശരി ശ്രീ ആന്റോ അഗസ്റ്റിൻ, എന്തായാലും ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ ഈ ചാറ്റ് വ്യാജം എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഞാൻ ഇന്നതേ അതിനേക്കാളും ഇതിനെ ലിയാൻഡ്രോ പീറ്റേഴ്സിനേക്കാളും വലിയ എളുപ്പമായിരിക്കുമല്ലോ. നേരെ പോയി ലയണൽ മെസ്സിനോട് ചോദിച്ചാൽ പോരെ, കുറച്ചും കൂടി ഈസി ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ താങ്കളുമായിട്ട് നടക്കുന്നുണ്ടെന്നാണല്ലോ. അത് ലിയാൻഡ്രോ പീറ്റേഴ്സിനുമായിട്ട് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ലിയാൻഡ്രോയുടെ പേര് പറഞ്ഞിരുന്നു. നിങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. മെസ്സിനോട് വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചാൽ മതി, മെസ്സി നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടോ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകളെ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നു. താങ്കൾക്ക് പറയാമല്ലോ, മെസ്സി ഒന്നും ഇക്കാര്യത്തിൽ നേരിട്ട് ഈ എഗ്രിമെന്റിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല, കളിക്കാർക്ക് പറ്റില്ലല്ലോ. അതെന്താ പറ്റാത്ത? അല്ല, അങ്ങനെ പറയാറില്ലല്ലോ. അത് ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ട്വിറ്ററിൽ കൂടെ പറയും, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് സാധാരണ ഡയറക്റ്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് എഗ്രിമെന്റ് വെച്ച് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരു ബുക്ക് ഏജന്റ്, ഔദ്യോഗിക ഏജന്റ് മുഖാന്തരമായിരിക്കും സ്വാഭാവികമായിട്ട് ഡീലിംഗ്സ് നടക്കുന്നത്. അതാണ് ലിയാൻഡ്രോ പറയുന്നത്. ഇതൊക്കെയാണ് നിങ്ങളുടെ അറിവ് കുറവെന്ന് പറയുന്നത്. ലിയാൻഡ്രോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? അവരോട് നേരിട്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് ഡിസ്കസ് ചെയ്യുകയും അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് നേരിട്ട് എഗ്രിമെന്റ് വെക്കുകയും ചെയ്ത് ഓരോ ഏജൻസി അതിനെ എടുക്കുന്നില്ല. ഇതാണ് നിങ്ങൾക്കൊന്നും ഒരു ധാരണ ഈ കാര്യത്തെ കുറിച്ച് ഇല്ലാന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ലിയാൻഡ്രോ പേഴ്സൺ തന്നെ എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഏജൻസി ആയിട്ടല്ലേ എഗ്രിമെന്റ് വെക്കുള്ളൂ. എഗ്രിമെന്റ് ഇല്ല പ്രതിനിധി തന്നെയല്ലേ അദ്ദേഹം ലിയാൻഡ്രോ. ആയിക്കോട്ടെ, എഗ്രിമെന്റ് ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞ ചാറ്റ് വിശ്വസിക്കണമെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ആകെ പിന്നെ വയലേഷൻ അല്ലേ പ്രശ്നം? അതെ, അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ വയലേഷൻ നടത്തിയത് ഇവിടെയാണ് അദ്ദേഹം പറയുന്നത്. എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു എന്ന് അവർ പറയണമെങ്കിൽ അത് ഈ പറയുന്ന പോലെ നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റിന്റെ ക്ലോസിന്റെ വയലേഷൻ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പോ അത് എടുത്തു വെച്ചിട്ട് ഇനി അതിന്റെ ഒരു വയലേഷൻ ഇട്ട് ആ വയലേഷൻ കൊണ്ട് അടുത്ത കേസാവാനുള്ള അവസ്ഥ ഞാൻ ഉണ്ടാക്കുന്നില്ല. മനസ്സിലായില്ലേ? ആ സംവിധാനം വാങ്ങി വെച്ചോളൂ. പക്ഷേ ഇപ്പൊ എന്താണ്, നിങ്ങൾ ആദ്യം മെസ്സി വരുമല്ലോ എന്ന് തീരുമാനമാവട്ടെ. അതിന് എന്തെത്ര തിരക്ക്, എന്താ ആർക്കാ ഇത്ര തിരക്ക്? മെസ്സി വരുമല്ലോ അദ്ദേഹം പറയട്ടെ. നിങ്ങളോട് പറഞ്ഞോ മെസ്സി വരില്ല എന്ന്? ഇന്ന് ഈ മെസ്സേജ് അയച്ചെന്നോ ചോദിക്കണ്ടായിരുന്നോ? മെസ്സി കേരളത്തിലേക്ക് വരില്ലേ എന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? പ്രശ്നം തീർന്നില്ലേ? അതിനുവേണ്ടി എഗ്രിമെന്റ് വയലേഷൻ മാത്രം പറഞ്ഞ് നിർത്തിയെന്തിനാ? അവരാണെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്, ഞങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്നല്ലേ പറയേണ്ടിയിരുന്നത്. ഇത് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ലിയാൻഡ്രോ പീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരാള്, അതാണ് അദ്ദേഹം മാർക്കറ്റിംഗ് ഹെഡ്. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ വരുന്നില്ല. അദ്ദേഹം ആദ്യത്തെ ആൻസർ എന്താ പറയുക? ഞങ്ങൾ വരുന്നില്ല എന്നല്ലേ പറയുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞോ? അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ പ്രകാരമാണ്, ഞാൻ അറിഞ്ഞിട്ടില്ലേ. എഗ്രിമെന്റ് പ്രകാരം എഗ്രിമെന്റ് വെച്ച് കേരള സർക്കാർ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള സർക്കാർ അങ്ങനെ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവർ വരുന്നില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയുമോ? ഞാനത് അംഗീകരിക്കാം. ന്യൂസ് 18 കാര്യത്തിൽ ഞാൻ അംഗീകരിക്കാം. എന്ത്? കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വരുന്നില്ല എന്ന് ഔദ്യോഗികമായി അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയും ഞാൻ അംഗീകരിക്കാം.
അതില്ലാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആകാശത്ത് ഉണ്ടാക്കുന്ന വാർത്തയ്ക്ക് മുഴുവൻ നമുക്ക് എന്ത് മറുപടി പറയാനാ? അല്ല, അവരൊന്നും ഒരു ഉറപ്പ് തരാതെ ഈ പറഞ്ഞ അങ്ങനെ ഉറപ്പ് വന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ മന്ത്രി തന്നെ പറയും മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഇത്രയും അന്വേഷണമൊക്കെ ജേർണലിസ്റ്റ് നടത്തുന്ന ആൾക്കാരാണല്ലോ. അല്ല, അതുകൊണ്ട് ഞാൻ മിനിസ്റ്ററുടെ കാര്യം, മെസ്സി വരും എന്ന് പറഞ്ഞ് ജൂൺ 6-ാം തീയതി മെസ്സി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണമെങ്കിൽ എന്ത് ഉറപ്പാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എന്ന് കായിക മന്ത്രി ലഭിച്ചിട്ടുണ്ടാവുക? അവര് തന്ന എഗ്രിമെന്റ് ഉണ്ട്, ഔദ്യോഗികമായി അവർ അറിയിച്ച എഗ്രിമെന്റ് ഉണ്ട്, അവർ ഔദ്യോഗികമായി അറിയിച്ച മെയിലുണ്ട്. അല്ല, അത് സർക്കാരുമായിട്ടല്ലല്ലോ. സർക്കാരിന് അവർ ഡയറക്റ്റ് മെയിൽ അയച്ചിട്ടുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, ഒക്ടോബർ നവംബറിലേക്ക് വരുന്നുണ്ട്, പേയ്മെന്റ് അയച്ചോളാൻ പറഞ്ഞിട്ട്. പക്ഷെ അത് അതേ മന്ത്രി തന്നെയാണല്ലോ പിന്നീട് പറയുന്നത് മെസ്സി അവർ പിന്നെ മാറ്റി പറയുകയാണ്, ഞങ്ങൾക്ക് ഒക്ടോബറിൽ പിന്നെ നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ നിങ്ങൾക്ക് ഒക്ടോബർ എന്നുള്ളത് അടുത്ത മാസം സെപ്റ്റംബറിലേക്ക്, അടുത്ത വർഷം സെപ്റ്റംബറിലേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ മന്ത്രി പറയുന്നത് സെപ്റ്റംബറിലേക്ക് ആക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലേ വരൂ, ഈ മാസം ഒക്ടോബർ നവംബർ മാസത്തിലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം മന്ത്രി പറയുന്നു. അതോടുകൂടി അത് അവസാനിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് അവർ ഒക്ടോബറിലാണോ നവംബറിലാണോ തീരുമാനമാവണ്ടേ? ശരി 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 ആൻഡ്രോസ്, ഇപ്പോൾ മന്ത്രി എല്ലാം പറയുന്നത് സ്പോൺസറാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. ശരിയാണ്, സ്പോൺസറാണ് കരാർ. പക്ഷേ മന്ത്രിയുടെ ഓഫീസിനെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഈ ഒക്ടോബറിലെ കാര്യം കൃത്യമായിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് കോപ്പി പോകുന്നുണ്ട് അല്ലേ? സ്പോൺസർ അല്ല എന്ന് സ്പോൺസർ പറഞ്ഞോ? ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് അത് ഏത് കാര്യമാണ് മാറ്റി പറഞ്ഞത്? നിങ്ങൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചേ. ഞാൻ ആദ്യം തുടങ്ങി പറയുന്ന കാര്യത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു കാര്യം ഞാൻ മാറ്റി പറഞ്ഞാൽ നിങ്ങൾ ഒരെണ്ണം ചൂണ്ടിക്കാണിക്കൂ. അല്ല, ഇതിപ്പോൾ അല്ല, കരാറിന്റെ ലംഘനം ആര് നടത്തി എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. കരാറില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. നടത്തി എന്നുള്ളത് അത് ഒരു ലീഗൽ ആക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമല്ലേ ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ. ലീഗൽ അല്ല, എന്തായാലും ഞങ്ങൾക്കൊക്കെ അറിയേണ്ടത് മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും താങ്കൾ പറയുന്നുണ്ട് മെസ്സി വരുമെന്ന്, എന്തായാലും അത് വിശ്വസിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ മന്ത്രി എന്തായാലും അത് ഉറപ്പിച്ച് പറയാൻ ഇപ്പോൾ മെനക്കെടുന്നില്ല. മന്ത്രി പറയുന്ന മറ്റു കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ്, ഇത് വിട്ടേക്കൂ എന്നാണ്. അതാണ് ചെയ്യുന്നത്. മെസ്സി താങ്കൾക്കുള്ള ആത്മവിശ്വാസം മന്ത്രിക്കില്ല. കേരളത്തിന് ഗുണമാണോ ദോഷമാണോ? ഗുണമാണ് മെസ്സി വരുന്നത്, കാരണം മെസ്സി ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഏകദേശം 130 കോടി രൂപ അവരെ കൊണ്ടുവരാൻ വേണ്ടി മുടക്കി ഞാൻ ചെയ്തത് ഗുണമാണോ ദോഷമാണോ? അത് താങ്കളുടെ ഗുണമോ ദോഷമോ എനിക്കറിയില്ല. മെസ്സി വരുന്നത് ഫുട്ബോൾ ആരാധകർക്ക് നല്ലതാണ്, അതൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണ് മന്ത്രി വരുന്നു, വരാനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാനിത്രേ പറഞ്ഞുള്ളൂ. താങ്കൾക്കുള്ള ആത്മവിശ്വാസം, ശ്രീ ആന്റോ അഗസ്റ്റിനുള്ള ആത്മവിശ്വാസം മന്ത്രിക്കില്ല. മന്ത്രി അത് വിട്ടേക്കൂ എന്നാണ് പറയുന്നത്, അതേ ഉള്ളൂ. ശരി, നന്ദി ശ്രീ ആന്റോ അഗസ്റ്റ്. ഇനി അതിൽ കാര്യങ്ങൾ വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ അതിന്റെ ശ്രമം തുടരണം, കാരണം അത് നല്ലതാണ്. ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ശരി, കമ്പനിയുടെ എം ഡി ആണ്. മന്ത്രി ഒരു സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും പറയുന്നതിന് ഔചിത്യ പ്രശ്നം ഉണ്ടാവും, അത് ആലോചിച്ചിട്ടേ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. മെസ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള മാക്സിമം ശ്രമം നടത്തും. മെസ്സി ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, ഇല്ലെങ്കിൽ ആ പണി നമ്മൾ നിർത്തും. അപ്പൊ അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. മെസ്സി വരുമോ എന്ന് തുടങ്ങി ചോദിക്കേണ്ട കാര്യമില്ല. ശരി ശരി ശ്രീ സി കെ രാജേഷ് കുമാർ, ശ്രീ ആന്റോ അഗസ്റ്റിന് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് നന്ദി.